ഹായ് വേഴ്സ് ഫോർഡോർ സ്പെഷ്യലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴ പുളിങ്കുന്ന് എന്ന പ്രദേശത്താണ്. കുട്ടനാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ധാരാളം സഞ്ചാരികളാണ് ഈ പ്രദേശത്ത് എത്തുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് AC റോഡ് വഴി പള്ളിക്കുടുമ എന്ന സ്ഥലത്തെത്തി അവിടുന്ന് 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ മനോഹരമായിട്ടുള്ള ഈ പ്രദേശത്ത് എത്താനായിട്ട് സാധിക്കും. റോഡിൻ്റെ ഇരുവശങ്ങളിലും നദികളും കനാലുകളും ചെറിയ തോടുകളും അതുപോലെ തന്നെ നെൽപ്പാടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നെൽപ്പാടങ്ങളിൽ ആമ്പൽപ്പൂ വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. രാവിലെ മാത്രമേ ഈ ആമ്പൽപ്പൂ വിരിഞ്ഞു നിൽക്കത്തുള്ളൂ. എല്ലാ വർഷവും ഇവിടുത്തെ നെൽപ്പാടങ്ങളിൽ ആമ്പൽപ്പൂ വിരിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൃഷി ആവശ്യത്തിനായിട്ട് വേണ്ടി നെൽപ്പാടങ്ങളൊക്കെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. വിത്ത് വിതയ്ക്കാനായിട്ടുള്ള സമയം ആയതുകൊണ്ട് നെൽപ്പാടങ്ങളൊക്കെ വളരെ വൃത്തിയോടുകൂടി മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ പുളിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് പുളിങ്കുന്ന്. പമ്പാ നദിയുടെ തീരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് നെൽകൃഷിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള കൃഷിരീതിയാണ് ഇവിടെ ഉള്ളത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഈ പുളിങ്കുന്ന് സന്ദർശിക്കുകയും ആ സമയത്ത് ധാരാളം ബോട്ടുകളും ചുണ്ടൻ വള്ളങ്ങളും അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഇവിടെ എത്തിയിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ഇവിടെ പുളിങ്കുന്ന് രാജീവ് ഗാന്ധി പുളിങ്കുന്ന് വള്ളംകളി ജലോത്സവം നടത്താറുണ്ട്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇതാറിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡാണ്. ഈ റോഡിൽ കൂടി കുറെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മുന്നിൽ നമുക്ക് പുളിങ്കുന്ന് പള്ളി കാണാനായിട്ട് സാധിക്കും, മറുകരയിലുള്ളത്. ഈ വള്ളങ്ങളൊക്കെയാണ് ഇവിടെയുള്ള ജനങ്ങളെ മറുകരയിലേക്ക് എത്തിക്കുന്നത്. ഇവരെ വരുമാനം എന്ന് പറയുന്നത് ഒരു ചെറിയ ഫീസ് ഈ കടത്തുകൂലിയായിട്ട് ഓരോ യാത്രക്കാർ കൊടുക്കുന്ന അതാണ് ഇവരെയൊക്കെ വരുമാനം. അങ്ങനെ 3-4 വള്ളക്കാർ ഈ കടവിലുണ്ട്. പ്രധാനമായിട്ടും ജങ്കാർ ഇല്ലാത്ത സമയത്താണ് ഇവർ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. ബോട്ടെ ഘടിപ്പിച്ച വലിയ കേവ് വള്ളങ്ങളെ സഹായത്തോടുകൂടി ജങ്കാർ സർവീസാണ് ഇവിടെ നടത്തുന്നത്. അതുപോലെ വണ്ടികളുമൊക്കെ മറുകരയിൽ എത്തിക്കുന്നത് ഈ ജങ്കാറിൽ കൂടിയാണ്. മറുകരയിലാണ് കൂടുതലും വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ സർക്കാർ ഓഫീസുകളും ഒക്കെ ഉള്ളത്. പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജും മറുകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡ് നേരെ നമ്മുടെ മറുകരയിലെത്തി അങ്ങ് നീലംപേരൂർ എന്ന സ്ഥലത്ത് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കടത്തിൻ്റെ ഇവിടെയൊക്കെ പാലങ്ങൾ വരുന്നു എന്നറിയുന്നു. അങ്ങ് ദൂരെ കാണുന്നതാണ് പുളിങ്കുന്ന് പള്ളി, പ്രസിദ്ധമായിട്ടുള്ള പുളിങ്കുന്ന് പള്ളി. 1557 പോർച്ചുഗീസ് വാസ്തുവിദ്യ ശൈലിയിലാണ് ആ പള്ളി പണിതിരിക്കുന്നത്. അങ്ങനെ മറുകരയിലേക്ക് ജങ്കാർ അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഈ ഭൂപ്രദേശം കാണാനായിട്ട്, ഈ സ്ഥലം കാണാനായിട്ട് ദിനംപ്രതി ധാരാളം സഞ്ചാരികൾ എത്തുന്നു. ഇതിൻ്റെ ആലപ്പുഴയിലെത്തുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഇവിടെ എത്താറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും.